ഈ രാത്രിയിലും പ്രകോപിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു പാകിസ്ഥാൻ. പക്ഷേ അതിർത്തിയിലേക്ക് പാഞ്ഞുവന്ന യുദ്ധവിമാനങ്ങളെ തകർത്തിടുന്നു, ഡ്രോണുകളെ വെടിവെച്ചിടുന്നു ഭാരത സൈന്യം. വീണ്ടും ജിഷ്ണുവിലേക്ക്. ജിഷ്ണു, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? കശ്മീരിൽ ഷെല്ലാക്രമണം നടത്താൻ, ഡ്രോൺ ആക്രമണം നടത്താൻ, യുദ്ധവിമാനങ്ങളിലൂടെ മിസൈൽ വർഷിക്കാൻ ശ്രമിച്ച പാക് നീക്കത്തെ തകർത്തെറിയുന്നു ഭാരത സൈന്യം. പുതിയ വിവരങ്ങൾ എന്താണ് ജിഷ്ണു? കൃഷ്ണാജി, നിലവിൽ വ്യോമസേനയ്ക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നമ്മുടെ വ്യോമ കേന്ദ്രങ്ങളിൽ നിന്ന് അംബാലയും ഒപ്പം ജമ്മുവിലെയും സൈനിക താവളങ്ങളിൽ നിന്ന് ഭാരതത്തിൻ്റെ യുദ്ധവിമാനങ്ങൾ സജ്ജമായി പുറപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കാരണം അതിർത്തി മേഖലയിൽ ഇത്തരത്തിൽ ഡ്രോൺ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ആകാശമാർഗം ഭാരതത്തെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പും ശ്രമവുമാണ് പാകിസ്ഥാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള പ്രതിരോധം തീർക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഭാരതത്തിന്റെ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായും രാജസ്ഥാൻ അതിർത്തിയിൽ ജയ്സാൽമീറിൽ മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ള പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റ് F-16 വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. കൂടാതെ അംബാലയിൽ നിന്നും ജമ്മു മേഖലയിൽ നിന്നും സൈനിക താവളങ്ങളിൽ നിന്ന് ഭാരതത്തിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഉയർന്നു പൊങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. ഫുൾ ബ്ലാക്ക് ഔട്ടാണ് ഈ മേഖലകളിലെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പൂർണ്ണമായും ലൈറ്റുകൾ ഓഫ് ചെയ്ത് വെളിച്ചം ഓഫ് ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് ജമ്മു, ശ്രീനഗർ ഉൾപ്പെടെയുള്ള കശ്മീർ മേഖല, പത്താൻകോട്ട്, ഗുരുദാസ്പൂർ, രാജസ്ഥാൻ അതിർത്തിയിൽ ജയ്സാൽമീർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, ഇവിടങ്ങളിലാണ് ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് എൻഫോഴ്സ് ചെയ്തിട്ടുള്ളത്. ഈ പ്രദേശങ്ങളിൽ പൂർണ്ണമായും ലൈറ്റ് ഓഫ് ചെയ്യുകയും സൈനിക നടപടികൾ പുരോഗമിക്കുകയുമാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇനിയും ഈ രാത്രിയിൽ ഡ്രോൺ മിസൈൽ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ബ്ലാക്ക് ഔട്ട് എൻഫോഴ്സ് ചെയ്യുകയും കൂടാതെ ഭാരതത്തിന്റെ വ്യോമസേന പൂർണ്ണ സജ്ജമായിക്കൊണ്ട് ഫൈറ്റർ ജെറ്റുകൾ ഇതിനോടകം അംബാലയിലെയും ജമ്മുവിലെയും വ്യോമ താവളങ്ങളിൽ നിന്ന്, സൈനിക താവളങ്ങളിൽ നിന്ന് ഉയർന്നു പൊങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ വ്യോമ ഒപ്പം സമുദ്ര കര അതിർത്തികളിൽ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ്. ഇത്തരത്തിലൊരു കനത്ത പ്രശ്നത്തിലേക്ക്, സംഘർഷത്തിലേക്ക് പോകും എന്ന മുൻധാരണ ഭാരതത്തിൻ്റെ സൈന്യത്തിനും ഭരണ നേതൃത്വത്തിലും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകുമ്പോൾ ഭീകരശക്തികൾ മാത്രമല്ല പാകിസ്ഥാനും ഭാരതത്തെ ആക്രമിക്കാൻ മുന്നിട്ടിറങ്ങുമെന്ന വ്യക്തമായ ധാരണയോടുകൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ പൂർണ്ണമായും സമുദ്ര അതിർത്തികളിലും കര അതിർത്തിയിലും വ്യോമമാർഗവും വളരെ കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ, സമുദ്ര അതിർത്തിയിൽ പടക്കപ്പലുകൾ പൂർണ്ണമായും തയ്യാറാണ്. വ്യോമ അതിർത്തിയിൽ നാവികസേനയുടെ കുന്തമുനകൾ, ഈ റഫേൽ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ ജമ്മു കാശ്മീരിലും ഒപ്പം പഞ്ചാബ്, രാജസ്ഥാൻ തുടങ്ങി അതിർത്തി മേഖലകളിലും കൃത്യമായി വിന്യസിച്ചിരുന്നു. അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകളുടെ പ്രതിരോധ നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രതിരോധ സംവിധാനം വളരെ കാര്യക്ഷമമായി നടപ്പാക്കാൻ സാധിക്കുന്നത്. ശ്രീനഗർ എയർപോർട്ട് കൂടാതെ ജമ്മു എയർപോർട്ട്, ധർമ്മശാല തുടങ്ങിയ സ്ഥലങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുണ്ട്. അവിടങ്ങളിൽ സൈറൺ മുഴങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീനഗർ, ധർമ്മശാല, അക്നൂർ, ജമ്മു വിമാനത്താവളം, ജയ്സാൽമീർ, സാംബ തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് ഇപ്പോൾ തുടർച്ചയായി സൈറൺ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ധർമ്മശാലയിൽ എല്ലാ തരത്തിലും ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്താൻ പുതിയ നിർദ്ദേശം. കാരണം ഇതുവരെ ധർമ്മശാല ആക്രമിക്കപ്പെടും എന്നുള്ളൊരു ധാരണയിലേക്ക് ഈ നിമിഷം വരെ എത്തിയിരുന്നില്ല. ഇപ്പോൾ ധർമ്മശാലയിലും ഹൈ അലേർട്ട് കൊടുത്തിരിക്കുകയാണ്. കാരണം പത്താൻകോട്ടിനോട് ചേർന്നുള്ള മേഖലയാണ് ധർമ്മശാല. ഇവിടങ്ങളിൽ ഇപ്പോൾ റെഡ് സൈറൺ മുഴങ്ങുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വളരെ കൃത്യമായി പാകിസ്ഥാൻ എവിടെയൊക്കെയെല്ലാമാണ് ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ജിഷ്ണു, ഈ IPL മത്സരം പോലും നിർത്തിവച്ചിരിക്കുന്നു. അതായത് നൽകുന്ന വിശദീകരണം മാച്ച് ഡിലേഡ് ബൈ എ ഫ്ലഡ് ലൈറ്റ് ഫെയില്യൂർ എന്നാണ്. ഒരുപക്ഷെ ബ്ലാക്ക് ഔട്ട് ആയിരിക്കാം എന്ന് തോന്നുന്നു. മത്സരം നിർത്തിവച്ചിരിക്കുന്നതിന് കാരണവും ഇതാകാം.
കൃഷ്ണാജി, ധർമ്മശാലയിൽ നടക്കേണ്ടിയിരിക്കുന്ന IPL ക്രിക്കറ്റ് മാച്ചാണ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. വളരെ കുറച്ചു മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ പത്താൻകോട്ടിനോട് ചേർന്നുള്ള പ്രദേശമാണ് ധർമ്മശാല. അവിടെയും ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ധർമ്മശാലയിൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന IPL ക്രിക്കറ്റ് മാച്ച് ഇതിനോടകം തന്നെ നിർത്തിവെച്ചിട്ടുള്ളത്. വളരെ കൃത്യമായി അതിർത്തി മേഖലയോട് ചേർന്നിട്ടുള്ള, നമ്മൾ പരിശോധിക്കുമ്പോൾ കശ്മീർ മേഖലയിൽ കര അതിർത്തിയോട് ചേർന്ന് കുപ്വാരയും ഉറിയും ഉൾപ്പെടെയുള്ള മേഖലകൾ, അവിടെ നിന്ന് താഴ്ന്ന് ജമ്മു കാശ്മീർ മേഖല, ജമ്മു കാശ്മീരിന്റെ പ്രവേശന കവാടമായിട്ടുള്ള പത്താൻകോട്ട്, ധർമ്മശാല, പഞ്ചാബ് മേഖല, രാജസ്ഥാൻ ജയ്സാൽമീർ തുടങ്ങി ഗുജറാത്ത് വരെയുള്ള ഭൂപ്രദേശങ്ങളിൽ, അതിർത്തി പ്രദേശങ്ങളിൽ അതിശക്തമായ ജാഗ്രതയിലാണ് സൈന്യം എന്നാണ് മനസ്സിലാക്കേണ്ടത്. വ്യോമസേനയും ഒപ്പം കര സേനയും അതിശക്തമായിട്ടുള്ള തയ്യാറെടുപ്പുകളും പ്രതിരോധ നടപടികളും ഈ മേഖലയിലെല്ലാം തന്നെ സ്വീകരിച്ചു വരികയാണ്. വീണ്ടും എടുത്തു പറയാനുള്ളത്, ഇപ്പോൾ ഇത്തരത്തിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചുകൊണ്ട്, ബ്ലാക്ക് ഔട്ട് എൻഫോഴ്സ് ചെയ്തുകൊണ്ട് നിരന്തരമായി സൈറൻ മുഴങ്ങുന്ന പ്രദേശങ്ങൾ, ഒന്ന് ശ്രീനഗർ എയർപോർട്ട് പ്രദേശമാണ്, കൂടാതെ ജമ്മു വിമാനത്താവളം ഉൾപ്പെടുന്ന പ്രദേശം, ധർമ്മശാല, പത്താൻകോട്ട്, ജയ്സാൽമീർ കൂടാതെ ഈ സാംബ, അഗ്നൂർ മേഖലകളിലുമാണ് അതിശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇവിടങ്ങളിൽ ഈ ഒരു സമയത്ത് പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജമ്മു മേഖലയിൽ ഇന്റർനെറ്റ് റദ്ദാക്കി എന്നുള്ള, ഇന്റർനെറ്റ് സേവന സൗകര്യം റദ്ദാക്കി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്.